നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഗ്രീൻ ഗ്രാം പോപ്കോൺ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറുപയർ പോപ്കോണിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് അതിന് നല്ലൊരു റിവ്യൂ പറഞ്ഞു തന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച് എല്ലാ ആൾക്കാർക്കും. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള നോർമൽ കുക്കിങ്ങും യൂട്യൂബ് കുക്കിങ്ങും തമ്മിലുള്ള ഒരു ചെറിയൊരു കോമഡിയുടെ രീതിയിൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കോമഡി ആയിട്ടുണ്ടോ ട്രാജഡി ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സിനെ മിക്കവാറും ആൾക്കാർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാം. അല്ല യൂട്യൂബേഴ്സ് അല്ലാത്ത ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് യൂട്യൂബ് കുക്കിംഗ് വേഴ്സസ് നോർമൽ കുക്കിംഗ് നോക്കാം. ഞാൻ നോർമൽ കുക്കിംഗ് ടൈമിൽ എങ്ങനെയാണ്, അതല്ലാതെ യൂട്യൂബ് കുക്കിംഗ് ടൈമിൽ എങ്ങനെയാണെന്നുള്ളതാണല്ലോ നമ്മുടെ ആദ്യത്തെ. അപ്പം ഞാൻ നോർമൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്കുള്ള ലഞ്ചാണെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പം അവിടെ അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. വീട്ടിൽ സാധാരണ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കില്ലേ, പക്ഷെ കുക്കിങ്ങിന് വീഡിയോയിലാകുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക? ഞാൻ സാധാരണയായിട്ട് 2-3 സാധനങ്ങളൊക്കെ ഒന്നിച്ച് കുക്ക് ചെയ്യും കേട്ടോ. നമ്മുടെ അഴുകിയ രാവണിൽ പറയണ മാതിരി ഇവിടെ പാല് കാച്ചൽ അവിടെ കല്യാണം പറഞ്ഞ മാതിരിയാണ് എൻ്റെ അവസ്ഥ. ചോറും കറിയും ഒക്കെ ഒന്നിച്ചൊന്നിച്ച് പെട്ടെന്ന് കുക്ക് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ് കേട്ടോ. ഇവിടെ ഈ തേങ്ങാക്കൊത്തൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കിട്ടോ, നമുക്കതിനെ ചെറിയ പീസാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ പെട്ടെന്നാവും. അതുപോലെ തന്നെ അവിടെ കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ അമ്മമാരൊക്കെ ഉള്ളിയൊക്കെ അരിയുന്നതല്ലേ. നോർമൽ കുക്കിംഗ് ആകുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ എങ്ങനെയൊക്കെ ഒഴിക്കിട്ടോ കണ്ടു വയ്ക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമുണ്ട്. യൂട്യൂബ് കുക്കിംഗ് ആണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഓൾറെഡി ഒരു പ്ലേറ്റിൽ എടുത്ത് വെക്കണം കേട്ടോ. ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ, കഴുകുന്ന സൗണ്ടൊക്കെ വരും. നോർമലാകുമ്പോൾ ഈ കട്ടിംഗ് ബോർഡിൽ നിന്ന് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യാല്ലേ. സാധാരണ നമ്മൾ വീഡിയോയിലാകുമ്പോൾ ഈ കട്ടിംഗ് ബോർഡൊക്കെ എങ്ങനെ കാണിക്കുമെന്നൊക്കെയാണ് നമ്മുടെ ഒരു ഡൗട്ട് വെച്ച്. എണ്ണയൊക്കെ കുറച്ച് കുക്ക് ചെയ്യാം, വേണമെങ്കിൽ എണ്ണ ഇടയ്ക്ക് ഒഴിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാമേ. മഞ്ഞപ്പൊടി മുളക് പൊടിയും പറഞ്ഞു കുഴപ്പമില്ല, ചില്ലി ഫ്ലേക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. മഞ്ഞപ്പൊടി ഇല്ലാത്ത കടല ചുണ്ടല്ല കണ്ടോ. ഞാനൊരു 1/2 മണിക്കൂറിനുള്ളിൽ ചോറും കറിയും തോരനും ഒക്കെ ആക്കി. നിങ്ങളുമൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കില്ലേ മിക്കവാറും എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് ഉണ്ടാക്കൽ. ഇനി യൂട്യൂബ് കുക്കിങ്ങുമായി എന്താണ് ഒരു വ്യത്യാസം ഇത് എന്ന് നോക്കാം. അതിനുള്ള പ്രിപ്പറേഷൻസ് ഒത്തും. ഇനി നമ്മുടെ യൂട്യൂബ് കുക്കിംഗ് ആണ് കേട്ടോ. യൂട്യൂബിന് വേണ്ടി കുക്ക് ചെയ്യുമ്പോഴുള്ള വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പൊക്കെ എടുത്ത് നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന മാതിരിയല്ലല്ലോ, നമ്മൾ കറക്റ്റ് കപ്പൊക്കെ എടുത്തിട്ടോ നീ കുക്ക് ചെയ്യാൻ പോണേ. ഈ പാത്രം ഒരു ഭംഗിയില്ല അല്ലേ, നമുക്ക് വേറെ വൈറ്റ് പാത്രം എടുക്കാം, ഇതിൽ കുക്ക് ചെയ്യാം. ഇതിൽ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. നോക്കാം ഇവിടുന്ന് എടുത്താൽ കറക്റ്റ് ആവുമോ കൈലാസറ്റാ, അതോ റൂം ഹാളിലേക്ക് പോണോ? ഇവിടെ സ്പേസ് ഇല്ല അല്ലേ, നമുക്ക് ഹാളിലേക്ക് പോവാം. ആ ഐറ്റംസ് ഒക്കെ കൂടി പെറുക്കി ഇതാ ഹാളിലേക്ക് പോകണം കേട്ടോ. ഇനി ഹാളിൽ പോകുമ്പോഴുള്ള ഒരുക്കങ്ങൾ കണ്ടോ, ഇവിടെ മൊത്തം സാധനങ്ങളാണ്. ഇതൊക്കെ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ, അപ്പോൾ ഇതൊക്കെ ആദ്യം മാറ്റണം നമുക്ക്. അരിപ്പൊടി ഇനി എന്താ ഇപ്പോൾ വരാം, വെള്ളം എടുത്തിട്ട് വരാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാനേ. അയ്യോ 1 മിനിറ്റും കൂടി, ഈ വളയൊക്കെ ഒരു ഫ്രണ്ട് പറഞ്ഞു വളയൊക്കെ ഇട്ട് കുക്ക് ചെയ്യാം, അപ്പം നന്നായിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. 1 കപ്പ് കടലമാവ്, അരിപ്പൊടി 1 കപ്പ്, അയ്യോ 1 മിനിറ്റ് സ്പൂൺ എടുത്തിട്ട് നന്ദു പ്ലീസ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് വെക്കാം.
ഒരു മിനിറ്റ് കൈലാസിൻ്റെ ബട്ടർ എടുത്തില്ല, കുറച്ച് ബട്ടറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ബട്ടർ മെൽട്ടായിരുന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഞാൻ വെള്ളം മറന്നു. നന്ദു ഒത്തിരി വെള്ളം എടുത്തിട്ട് വരുമോ? ഇനി നമുക്ക് കുറച്ചായി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പോയി ഫ്രൈ ചെയ്തെടുത്തിട്ട് വന്നാൽ മതി. യൂട്യൂബ് കുക്കിംഗ് ആകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമല്ലേ? ഇവിടെ കുക്കിംഗ് കഴിഞ്ഞതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിടാം. ഇല്ല എങ്കിൽ വീഡിയോയിൽ ഫുൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ? എന്തൊക്കെ സംഭവങ്ങളാണ് ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കണ്ടോ? ഈ ചീഞ്ചട്ടി വേണ്ടല്ലേ? കുറച്ചും കൂടി ഭംഗിയുള്ള ചീഞ്ചട്ടി. ഈ ചീഞ്ചട്ടി കൊള്ളാല്ലേ കൈലാസത്തെ? അതൊക്കെ അല്ലേ? ഈ ചില്ലിനെയാണ് ഇതിലിട്ടിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. എണ്ണ ചൂടായോ നോക്കാം. ഒന്നും കൂടി ആവട്ടെ. അങ്ങനെ കൈലാസറ്റാ കുറച്ച് അടുത്തുനിന്ന് എടുക്കൂ. അപ്പോൾ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും കാണുമ്പോൾ വീഡിയോയിൽ. അടിപൊളിയായിട്ട് റെഡി വന്നിട്ട് കേട്ടോ. സൂപ്പർ പക്കോട. എടാ വീഡിയോ എടുക്കണടാ. പോട്ടെ, ഒരു കുഞ്ഞു പീസ് എടുക്കും. സൈഡിന്ന് എങ്ങനെയുണ്ട്? വൈറ്റ് പ്ലേറ്റിൽ വെച്ചെടുക്കണോ ബ്ലാക്ക് പ്ലേറ്റിൽ വെച്ചെടുക്കണോ? ഏതാ കൂടുതൽ ഭംഗി? വൈറ്റ് മതിയോ? വൈറ്റാണ് നല്ലത്. വെച്ച് നോക്കാല്ലേ, നമുക്കറിയാലോ. ഇതാണോ വിസിബിള്? രണ്ടെണ്ണം മതിയില്ലേ? അഥവാ ബ്ലാക്കിലും ഒന്ന് ബ്ലാക്കിലും കൂടി വെച്ച് നോക്കാം. വൈറ്റ് തന്നെ ഭംഗിയില്ലേ? നമുക്ക് വൈറ്റിലെടുക്കാം. ഇനി അവസാനത്തെ വീഡിയോ എടുക്കാം. ഈശ്വര, ഇത് മുഴുവൻ ഞാൻ മാറ്റി വെച്ചല്ലേ? ഇതെന്താ നാറാണത്ത് പ്രാന്തന്റെ പണിയാണ്. ഇതാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ അവസാനത്തെ ഫോട്ടോ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ അപ്പൊ കറക്റ്റ് ആയിട്ടില്ലേ? എടുത്തു കഴിഞ്ഞ സൈഡൊക്കെ വരുന്നുണ്ട്. അപ്പൊ കണ്ടല്ലോ, ഒരു പൊക്കോട ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ എങ്ങനെയാണ്, എന്തൊക്കെ ദോഷങ്ങളാണ് അതിന് മുമ്പ് ഉണ്ടാകുന്നതെന്ന്. ഇതും നമ്മുടെ നോർമൽ കുക്കിങ്ങും കൂടിയുള്ള ഡിഫറൻസസ് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും അത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.